ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുധീഷിന്റെയും നിധിയുടെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും. വരും ദിവസത്തെ സുധീഷിന്റെയും നിധിയുടെ കഥയിലേക്ക് നേരെ വരുമ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ നിധിയും സുധീഷും ഹരീഷും നികേഷൊക്കെ പോയി വിവാഹം ആലോചിച്ചു. സുനിതയുടെ വീട്ടിൽ പോയി വിവാഹം ആലോചിച്ചത് അത് സുഭാഷ് അറിയുകയും അങ്ങനെ പണി സൈറ്റിൽ നിന്ന് എത്രയും വേഗത്തിൽ പാഞ്ഞെത്തി സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയും ഒക്കെ വഴക്ക് പറയുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. എന്തിനാണ് എനിക്ക് വേണ്ടി നിങ്ങൾ വിവാഹ ആലോചനയുമായിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോയത്? ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞോ സുനന്ദനെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന്? എനിക്ക് സുനന്ദനെ ഇഷ്ടമാണെന്ന് ഞാൻ വല്ലതും പറഞ്ഞോ? എന്തിനാണ് പിന്നെ നിങ്ങൾ പോയി ആവശ്യമില്ലാതെ പോയി അവിടെ പോയി പെണ്ണ് ചോദിച്ചത്? എന്നോട് മിണ്ടാതെ എന്തിനാണ് പോയതെന്നൊക്കെ ചോദിച്ച് വളരെ ദേഷ്യത്തോടു കൂടി ചൂടാകുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കേട്ടപ്പം നിധിയും അടുത്തുണ്ട്. നിധിയെ പേരെടുത്ത് പിടിച്ച് വഴക്ക് പറയുന്നില്ലെങ്കിലും അത് നിധിക്ക് ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയും ഒക്കെ പേരെടുത്ത് പറയാ, എന്തിനാണ് നിങ്ങൾ പോയതെന്ന് ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് നീതി പറയാണ്, സുഭാഷ് ഏട്ടാ അവരെ ഇനി വഴക്ക് പറയണ്ട, അവരല്ല ഇതിന് തെറ്റി കാരണക്കാര്, ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവര് വന്നത്, അവര് പോയത്. ഞാൻ ചോദിച്ചു സുഭാഷ് ഏട്ടനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടനെ വിവാഹം കഴിപ്പിക്കണമെങ്കിൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടാണ് അവർ വന്നത്. അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു, അച്ഛൻ വന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അത് അബദ്ധമായി പോയെന്ന് എനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കണം സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി ഒരു ക്ഷമാപണം നടത്തി കേട്ടോ. പെട്ടെന്ന് സുഭാഷ് ചൂടായി നിന്ന് സുഭാഷ് പെട്ടെന്ന് സൈലന്റ് ആകുകയും കൂളാകുകയും, മോളെ അതല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞത് മറ്റൊന്നിനുമല്ല. നിങ്ങൾ അവിടെ പോയി അമ്മയുടെ വായിൽ നിന്ന് ചീത്തയും കേട്ട് അല്ലെങ്കിൽ അപമാനം ഏൽക്കേണ്ടി വന്നില്ലേ? നിങ്ങളെ പരിഹസിച്ചില്ലേ അവര്? എന്റെ അനിയന്മാരും അനിയത്തിയും പോയി അപമാനമേൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുവോ? എനിക്കത് വേദനിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരുടെയൊക്കെ സ്വഭാവം ഇവന്മാർക്കറിയാം. പിന്നെ ഇവന്മാരും കൂടെ പോയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് സങ്കടം വന്നു. അതുകൊണ്ടാണ് മോളെ ഇനി അങ്ങനെ ആവർത്തിക്കില്ല. അല്ലാതെ ഞാൻ എനിക്ക് വിവാഹം ആലോചിച്ചതിന് വഴക്ക് പറഞ്ഞതല്ല, അവിടെ പോയതാണ് വിഷയം. നിങ്ങളെ അപമാനിച്ചില്ലേ, അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ശാന്തതപ്പെടുത്തുകയും അങ്ങനെ ഒടുവിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നു. പിന്നെയും നിധിയുടെ മനസ്സിൽ എങ്ങനെയും സുഭാഷ് ഏട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന തീരുമാനം അങ്ങനെ മാത്രിമോണിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ. അതും കാത്ത് ഒന്നല്ലെങ്കിൽ അടുത്തത് വരും എന്ന പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം കാണുന്നത് നമ്മുടെ എങ്ങനെയെങ്കിലും ഈ ജ്യോതി എന്ന പെൺകുട്ടിക്ക് സുഭാഷ് ഏട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യം പറയണം. അതുപോലെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തുമില്ല. അതുകൊണ്ട് തന്നെ സുഭാഷ് ഏട്ടൻ ഈ വിവാഹം മുടങ്ങണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഹരീഷും നികേഷും സുധീഷും ഒക്കെ നിധിയുമായി പോയിരുന്ന് ആലോചിക്കുന്ന സമയത്ത് എങ്ങനെ സുഭാഷ് ഏട്ടനോട് ഈ കാര്യം പറയുന്നത്? ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടില്ല. ആ പെൺകുട്ടി ഇച്ചിരി അല്പം എടുത്തുചാട്ടക്കാരിയും തന്റേടിയും അഹങ്കാരിയും അതൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ എന്തായാലും ഈ വിവാഹം നടത്തിയല്ല. അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുക. അത് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് സുധീഷും അതുപോലെ ഹരീഷും ഇവരെല്ലാം കൂടെ ആലോചിച്ച് സുഭാഷ് ഏട്ടൻ കടന്നു വന്നപ്പോൾ ചോദിക്കുക, സുഭാഷ് ഏട്ടാ മറ്റേ ചേച്ചിയെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുക. ഞാൻ വിളിച്ചില്ല എന്ന് പറയാം. ഞാൻ ഇങ്ങോട്ട് എന്തുകൊണ്ടും വിളിച്ചു കഴിഞ്ഞാൽ കാര്യം പറയുമല്ലാതെ ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല എന്ന് പറയാം. അതന്നെ നന്നായി സുഭാഷ് ഏട്ടാ എന്ന് പറയും. അപ്പൊ എന്നാണ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ, അല്ല ആ കൊച്ചങ്ങനെ ശരിയാകും, സുഭാഷ് ഏട്ടന് സെറ്റ് ആകത്തില്ല എന്ന് പറയാം. അതെന്നാടാ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? അന്നേരം മറ്റുള്ളവർക്ക് ശരിയാ സുഭാഷ് ഏട്ടാ, ആ ചേച്ചി അങ്ങനെ ശരിയാകുന്നില്ല, സുഭാഷ് ഏട്ടനെ പോലെ തങ്കക്കൂടുമായിട്ടുള്ള മനുഷ്യന് ആ പെൺകുട്ടി ആ ചേച്ചി ശരിയാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അത് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് നിധിയുടെ മുഖത്തേക്ക് നോക്കുക. അപ്പൊ നിധിയും ഒരു പരിങ്ങലോട് പറയാ, ശരിയാ സുഭാഷ് ഏട്ടാ എന്ന് പറയാ. അപ്പം എന്നിട്ട് ഉടനെ തന്നെ സുധീഷ് പറയാം, ചേട്ടാ ഞാൻ ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന ആ ഷോപ്പിൽ പോയി, അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ കൊച്ചിനെ കുറിച്ച് അറിയുകയൊക്കെ ചെയ്ത് അന്വേഷിക്കുകയൊക്കെ ചെയ്ത്, അന്നേരം ഒരു എടുത്തുചാട്ടക്കാരിയും തന്റേടിയും ആണെന്നൊക്കെയാ പറയുന്നത്. അതുപോലെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് എന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് സുഭാഷിന് എന്തോ സംശയം തോന്നും. സുഭാഷ് ചോദിക്കുക, ആ കുട്ടി ഇനി തന്റേടിയും എടുത്തുചാട്ടക്കാരിയായിട്ടാണോ അതോ ഇനി അവർക്ക് എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് ഇവരെല്ലാം ഞെട്ടി കേട്ടോ. അപ്പം പറയാം, സുഭാഷ് ഏട്ടനെ ആർക്കാ ഇഷ്ടപ്പെടുക? സുഭാഷ് ഏട്ടനെ പോലെ പൊന്നും കൂടെ ആരാ ഉള്ളത്? സുഭാഷ് ഏട്ടന് ചേരുന്ന പെൺകുട്ടി വേറെ വരുന്നേ, ആ പെൺകുട്ടി ശരിയാവില്ല എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ അടുത്ത് ഇന്ന് സുധീഷ് ചില നാടകങ്ങളൊക്കെ കളിക്കുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തേലും ആയിക്കോട്ടെ, എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും ഇവർ 4 പേരും കൂടെ പറയാം, ശരിയാ സുഭാഷ് ഏട്ടാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല,
അത്ര തന്നെ ഉള്ളൂ. സുഭാഷ് ചേട്ടന് ഇഷ്ടമാണ്. ഇനി ഒരു രസമില്ലാത്തൊരു ആ ഒരു പെൺകുട്ടിയാ. അതുപോലെ സുഭാഷ് ചേട്ടന് സെറ്റാകുന്ന ഒരു പെൺകുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് നിധിയും നികേഷും ഹരീഷും സുധീഷും ഒക്കെ സംസാരിക്കുകയും അതിനുശേഷം ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് സുഭാഷ് അങ്ങ് പോകുന്നു. അതിനുശേഷം വീണ്ടും ആഹാരം കഴിക്കുന്നതിനിടയിൽ സുഭാഷ് ചേട്ടനോട് പറയാണ്, സുഭാഷ് ചേട്ടാ നമുക്ക് ഒരു പെണ്ണ് പോയെങ്കിൽ പോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, ഇനിയും പെണ്ണുങ്ങൾ വരും, മാട്രിമോണി നമ്മൾ പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ, അവരിനിയും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി നല്ല പെൺകുട്ടികളെ കണ്ടെടുത്താമെന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് സുഭാഷ് പറയാം, മോളെ വേണ്ട, ഇനി എനിക്ക് വേണ്ട, എനിക്ക് സാവകാശം വേണം, പതിയെ മതി, വിവാഹമൊക്കെ ഒന്ന് കഴിക്കാം, പതിയെ മതി, ഇപ്പോൾ തന്നെ എന്റെ വിവാഹത്തിന്റെ പേരിൽ എത്ര പേരുടെ ജോലിയാ പോയത്, അത് മെനക്കെടേണ്ട ആവശ്യമില്ല, പതിയെ മതി എന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് നിധി പറയാം, അതല്ല സുഭാഷേട്ടാ, നമ്മൾ മാട്രിമോണിയിൽ കൊടുത്തതാ, അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചെന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ അവർ നല്ല പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാതെ വരും, നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരുന്ന നമ്മളെ വിളിക്കാതിരിക്കും, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നോർത്ത് അവർ നമ്മളെ പരിഗണിക്കില്ല എന്ന് പറയാണ്. അപ്പം ഇവർ ബാക്കിയുള്ള അനിയന്മാരും അല്ലാതെ സുധീഷ് ഹരീഷൊക്കെ ശരിയാ സുഭാഷേട്ടാ, നമുക്ക് നല്ല പെൺകുട്ടികൾ വന്നാൽ പോയി കാണാം എന്ന് പറയാ. മോളെ എന്തിനാ മോളെ എനിക്കിപ്പോ എത്ര എടുത്തുകാടി ചെയ്യുന്നതെന്ന് പറയാ. അപ്പൊ പെട്ടെന്ന് നിധി പറയാ, വേണം സുഭാഷേട്ടാ, സുഭാഷേട്ടന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എന്നൊക്കെ പറയാ. അങ്ങനെ പെട്ടെന്ന് സുഭാഷ് ചേട്ടന് വേറൊരു പെൺകുട്ടിയുടെ ആലോചന വരികയാട്ടോ. ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ മാട്രിമോണിയിൽ നിന്ന് വിളിച്ച് സുഭാഷ് ചേട്ടനെ കാണണം, ആഗ്രഹമുണ്ട്, വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുക. അങ്ങനെ പെട്ടെന്ന് സുഭാഷ് ചേട്ടന്റെ അടുക്കൽ ചെല്ലുകയും, സുഭാഷ് ചേട്ടൻ ഇതുപോലെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, നമുക്ക് പോയി കണ്ടാലോ എന്ന് ചോദിക്കുക. അയ്യോ വേണ്ട, എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, എനിക്ക് ഇപ്പൊ വേണ്ട എന്ന് പറയാം. ഇല്ല, ഇപ്പൊ പോകണം, ഇപ്പൊ നമുക്ക് പോയില്ലെങ്കിൽ ശരിയാവില്ല സുഭാഷ് ചേട്ടാ, എങ്ങനെയെങ്കിലും വാ സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാല് പിടിക്കുകയും ശരി പോകാം എന്ന് പറയാം. പക്ഷെ അന്നേരം പറയുന്നുണ്ട്, ഇനിയും നമ്മൾ പോയി എന്തിനാ സമയം കളഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിധി പറയാം, ഇനി വേണ്ട, നമ്മൾ ആരുടെയും വീട്ടിൽ പോയി നമ്മൾ പെണ്ണ് കാണണ്ട, ആ പെൺകുട്ടി ഒരു കോഫി ഷോപ്പിൽ വരാന്നാ പറഞ്ഞത്, അവിടെ വെച്ച് നമുക്ക് പരസ്പരം കണ്ട് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വീട്ടിലേക്ക് പോയാൽ പോരെ. അപ്പൊ എടുത്തിയാടി നമുക്ക് വീട്ടിൽ പോയി പെണ്ണ് കാണിച്ചടങ്ങ് നടത്തണ്ടല്ലോ, കോഫി ഷോപ്പിൽ പോയി കാണാമെന്ന് പറയാം. കോഫി ഷോപ്പിലോ? അയ്യോ ഞാൻ അവിടെ ഇങ്ങനെ പോയിട്ടില്ല, എനിക്കതിനെ തൊട്ട് അറിയത്തുമില്ല, അതൊക്കെ മോശമല്ലേ എന്ന് ചോദിക്കുക. ഒരു മോശമില്ല എന്ന് പറഞ്ഞ് സുധീഷ് വരും. നമ്മൾ അവിടെ പോയി കാണുന്നു, ആ പെൺകുട്ടി അവിടെ വരും. അവിടെ വന്ന് സുധീഷേട്ടനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, സുഭാഷേട്ടനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, സുഭാഷേട്ടൻ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ പോയി ആലോചിക്കുന്നു, കല്യാണം നടത്തുന്നു. അതാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയാം. അങ്ങനെ നിർബന്ധിച്ച് ഒടുവിൽ സുഭാഷ് ചേട്ടനുമായിട്ട് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി കോഫി ഷോപ്പിൽ ചെല്ലുന്നു. അപ്പം നിധിയും സുധീഷും ഹരീഷില്ല, നമ്മുടെ ഇവരെ 3 പേരും കൂടെ പോകുക കേട്ടോ. ഇവര് 3 പേര് കാറിൽ. അപ്പൊ ഈ പ്രാവശ്യം പോകുന്ന സുഭാഷ് ഒരു പാൻ്റൊക്കെ ഇട്ടാ, നികേഷും ഉണ്ട് കേട്ടോ. ഇപ്പൊ പാൻ്റൊക്കെ ഇട്ട ചെത്തി അടിച്ച് നിർബന്ധിച്ചാന്ന് തോന്നുന്നു, പാൻ്റൊക്കെ ഇട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കോഫി ഷോപ്പിൽ പോയിരിക്കുക. ഈ സമയത്ത് ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും നേരെ ഇവരുടെ അടുക്കിലേക്ക് വരുന്നു. ഇവരെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. അപ്പൊ നല്ല സുന്ദരിയായ പെൺകുട്ടി. അപ്പൊ ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഒറ്റ നോട്ടത്തിന് ഇഷ്ടപ്പെട്ടു. പക്ഷേ സുഭാഷ് മുഖത്തേക്കൊന്നും അത്ര നോക്കുന്നില്ല, ഒരു മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോഴും സുനന്ദ പോയതിന്റെ ഒരു സങ്കടം, സുനന്ദയോടുള്ള സ്നേഹം പ്രകടമാക്കാത്ത ഒരു സങ്കടം സുഭാഷിന്റെ മനസ്സിലുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വന്ന് പരിചയപ്പെടുന്നു. ഈ സമയത്ത് നിധി എല്ലാവരെയും പരിചയപ്പെടുന്നു. അതിനോടൊപ്പം സുഭാഷ് ചേട്ടൻ, ഇതാണ് ചേട്ടൻ, സുഭാഷ് ചേട്ടന് വേണ്ടി ഞങ്ങൾ കല്യാണം ആലോചിക്കുന്നത്, ഞാൻ സുഭാഷ് ചേട്ടൻ അനിയൻ സുധീഷിന്റെ വൈഫാന്ന് പറയുമ്പോൾ സുധീഷിന് ഒരു പുളകം കൊള്ളുന്ന ഒരു നിമിഷമൊക്കെ ഉണ്ട്. കാരണം എപ്പോഴും പരിചയപ്പെടുന്നവരെല്ലാം സുധീഷിന്റെ വൈഫാണെന്ന് പറയുമ്പോൾ ഒരു മനസ്സിനൊരു വല്ലാത്ത തൃപ്തി പ്രകടമാക്കി, അങ്ങനെ ഒരു ചെറിയ രസം പിടിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പരിചയപ്പെടുന്നു. ഈ സമയത്ത് ഈ പെൺകുട്ടി പറയാണ്, ഞങ്ങൾക്ക് സുഭാഷ് ചേട്ടനുമായിട്ടൊന്ന് സംസാരിക്കണം, മാറി നിന്ന് സംസാരിക്കണം എന്ന് പറയാം. അങ്ങനെ പെട്ടെന്ന് അടുത്ത കോഫി ഷോപ്പിലെ അടുത്ത മേശയിലേക്ക് അല്ലെങ്കിൽ ചെയറിലേക്ക് പോയിരുന്ന് സംസാരിക്കാൻ വേണ്ടി പോവുക. ഈ സമയത്ത് ഈ പെൺകുട്ടിയുടെ കൂടെ വന്ന ചെറുപ്പക്കാരനും ഇവരുടെ കൂടെ പോകുന്നു. അങ്ങനെ 3 പേരും അവിടെ പോയിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ കൂടെ വന്നത് ആരാണ് എന്ന് നികേഷനും സുധീഷിനൊക്കെ ഒരു സംശയം. ഈ ചെറുപ്പക്കാരനാണ്, ഈ പെൺകുട്ടി ഇത്രയും പ്രായമേ ഉള്ളൂ. അപ്പൊ ഇത് ആരാണ് ഏട്ടത്തി എന്ന് ചോദിക്കുക. ഒരു പക്ഷേ ആങ്ങളെ ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. എന്തായാലും അവരുടെ ഇടപെടിയിൽ അത്ര ശരിയായി തോന്നുന്നില്ല. ഇവരുടെ സംസാരത്തിനിടയിലൊക്കെ ഈ നിധിയും സുധീഷും നികേഷൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഈ പെൺകുട്ടി ആ കൂടെ വന്ന ചെറുപ്പക്കാരനുമായിട്ട് കൂടുതലായിട്ട് കൊഞ്ചുകയും കുഴയുകയും
സുധീഷേന്റെ നേരെ അടുത്തിരുത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ശരീരത്തെ അടിക്കുന്നു, കയ്യിൽ പിടിക്കുന്നു, അങ്ങനെ ചെവിയിൽ സ്വകാര്യങ്ങൾ പറയുന്നു. അങ്ങനെ എന്തോ ഒരു എന്തോ ഒരു പ്രശ്നം തോന്നുകയും അങ്ങനെ ഇവരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് സുഭാഷ് ചേട്ടനോട് സിനിമ കാണാനൊക്കെ പോകാറുണ്ടോ എന്നൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. സിനിമ കാണാൻ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകാറില്ല, എനിക്ക് സമയം കിട്ടാറില്ല, പിന്നെ അനിയന്മാർ പോയിട്ട് വരുമ്പോൾ വന്ന് കഥ പറയുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ വെച്ച് ആ പെൺകുട്ടി ഇതുവരെ നിങ്ങൾ സിനിമ ഒന്നും കാണാൻ പോയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയും അങ്ങനെ മറ്റേ തന്റെ കൂടെ വന്ന സുഹൃത്തിനോട് ഇത് കേട്ടോടാ ഇവര് സിനിമ പോലും കാണാൻ പോയിട്ടില്ലെന്ന് ഒക്കെയാ പറയുന്നതെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ആ സുഹൃത്തിന്റെ കൂടെ വന്ന ചെറുപ്പക്കാരന്റെ ദേഹത്തടിക്കുകയും അങ്ങനെ സുഭാഷേട്ടൻ അവിടെ നാണം കെട്ടിരിക്കുന്ന പോലെ നിധിക്കും സുധീഷിനും നികേഷിനൊക്കെ തോന്നുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയ നിധിയും സുധീഷും നികേഷും കൂടെ ആ പെൺകുട്ടിയുടെയും ചെറുപ്പക്കാരന്റെയും അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.